ഹായ്. രാവിലെ നല്ല മഴയല്ലേ, അങ്ങനെ എവിടെ പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ മൊബൈലിൽ നോക്കിയത്. അങ്ങനെ നമുക്കൊരു സ്ഥലം കിട്ടി. അടുത്തുള്ളൊരു സ്ഥലമാണ് കൊല്ലം കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള മുട്ടറയിലുള്ള മഴുതിമല എന്ന് പറയുന്ന സ്ഥലം. നമ്മളിതുവരെ പോയിട്ടില്ല. എന്തായാലും അങ്ങോട്ടൊന്ന് പോകാൻ തീരുമാനിച്ചു. പക്ഷെ നല്ല മഴയാണ്. എന്തായാലും അങ്ങനെ ഇറങ്ങിയതാണ് രാവിലെ. പക്ഷേ നമ്മൾ മാപ്പ് എല്ലാം നോക്കിയാണ് പോയത്. പക്ഷെ ഒരുപാട് പാടുപെട്ട് അങ്ങ് എത്തിച്ചേരാൻ. കാര്യം നമുക്ക് വഴി അറിയത്തില്ലായിരുന്നു. അതുമല്ല ബോർഡ് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിപ്പോൾ പോവുകയാണെങ്കിലും ആരോടെങ്കിലും ചോദിച്ച് പറഞ്ഞേ പോകാൻ പറ്റത്തുള്ളൂ. കാരണം കുറേ ഇടുങ്ങിയ വഴികളൊക്കെയാണ്, റോഡും മോശമാണ്. അല്ലാതെ മാപ്പ് നോക്കി പോകാൻ പറ്റത്തില്ല. നമ്മൾ ഒരുപാട് കിടന്ന് കറങ്ങി. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ അവിടെ എത്തിപ്പെട്ടു. ഇതൊരു നല്ല കാണാൻ ഭംഗിയൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ മഴയത്താണ് കുറച്ചും കൂടി കാണാൻ ഭംഗിയുള്ളത്. കാര്യം നമുക്ക് തോന്നി നല്ല രസമായിരുന്നു കാണാൻ വരുന്ന വഴിയൊക്കെ. അതുപോലെ നമുക്ക് അങ്ങോട്ട് പോകാം. വഴിയൊക്കെ മോശമാണ്. അതുപോലെ ചെറിയൊരു അരുവി പോലെ വരുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അതിനുള്ളിലോട്ട് സ്ഥലമുണ്ട്. നമുക്ക് അങ്ങോട്ട് ഒന്ന് നോക്കാം. അവിടെ ചെറിയ അരുവി പോലെ വരുന്നുണ്ട്. മുകളിൽ നിന്ന് വെള്ളം വരുന്നതാണ്. അവിടെ വേറെ ആൾക്കാരൊക്കെ ഇങ്ങനെ പോയിട്ട് വരുന്നുണ്ട്. ഇതൊരു നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലമാണത്. പിന്നൊരു കാര്യം, ഈ മഴയത്ത് പോയാലും ഇങ്ങനെയുള്ള ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. വെയിലത്ത് ഇങ്ങനെ വരേണ്ട കാലാവസ്ഥയൊക്കെ ആയിരിക്കും. പിന്നെ മഴയത്താണ് കുറച്ചും കൂടി ഭംഗി കാണാനായിട്ട്. പിന്നെ പോകാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എന്തായാലും നല്ല ആസ്വദിക്കാൻ പറ്റും. നമുക്ക് മുന്നോട്ട് പോകാം. ഇങ്ങനെ റോഡിൽ കൂടെ എല്ലാം ഇങ്ങനെ വെള്ളം ഒഴുകി വരുവാണ്. പിന്നെ കോൺക്രീറ്റാണ് മേലോട്ടുള്ള വഴി. നമുക്ക് തെന്നുമെന്ന് തോന്നുമെങ്കിലും തെന്നത്തൊന്നുമില്ല. നല്ല ഗ്രിപ്പുള്ള നല്ല വഴിയൊക്കെയാണ്, സ്ഥലമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നോസ്റ്റാൾജിയ തരുന്നൊരു സംഭവമാണിത്. ഒരു ഏർമടക്കട. അത് നമ്മളൊരു 10-20 വർഷം പിന്നോട്ട് കൊണ്ടുപോയി. എന്തായാലും നമ്മളവിടുന്ന് നാരങ്ങ വെള്ളം കുടിക്കാൻ തീരുമാനിച്ചു. 2 സോഡ നാരങ്ങ ഓർഡർ ചെയ്തു. പിന്നെ കുട്ടികൾക്ക് നാരങ്ങ മിഠായിയെല്ലാം വാങ്ങി. പിന്നെ സ്നാക്സൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോകാം. നമുക്ക് മുകളിൽ കടയും സംഭവങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ വെള്ളം, സ്നാക്സെല്ലാം വാങ്ങി പോകാം. അങ്ങനെ നമ്മൾ പറഞ്ഞ നാരങ്ങ വെള്ളമൊക്കെ റെഡിയായി. അങ്ങനെ അത് കുടിച്ച് മുന്നോട്ട് പോകാം. ഇനി നമുക്ക് തിരിച്ച് മലമുകളിലോട്ട് പോകാം. റോഡിൽ നിന്നെല്ലാം ഇങ്ങനെ വെള്ളം ഒഴുകി വരുവാണ്. അതുപോലെ ഇത് പാറ എടുത്ത ഭാഗമാണ് ഇതെല്ലാം. നമ്മളിപ്പോൾ പോകുന്ന ഈ ഭാഗത്ത് അങ്ങനൊരു ഭാഗമുണ്ട്. ഈ മലയ്ക്ക് ഒരു ഐതിഹ്യമുണ്ട്. വാനര ഭഗവാൻ ഹനുമാൻ്റെ മറ്റൊരു പേരാണ് മാരുതി. മാരുതി ഭഗവാൻ വൃഷഭദ്രി എന്ന് പറയുന്ന പർവ്വതം കൊണ്ടുപോയപ്പോൾ അതിൽ നിന്നൊരു ഭാഗം അടർന്നു വീണതാണ് ഈ മല. അങ്ങനെയാണ് ഇതിന് മാരുതി മല എന്ന് പേര് വന്നത്. ഏകദേശം 24 ഏക്കറോളം പരന്നു കിടക്കുന്ന ഒരു മലയാണിത്. ഈ ഭാഗത്തുനിന്ന് നോക്കിയാലും നല്ല ഭംഗിയാണ് ഈ കാണാൻ. ഇതെല്ലാം നല്ല രസമാണ് നേരിൽ കാണാനല്ല. ഇങ്ങനെ നമുക്ക് ഈ ഭാഗം കണ്ടിട്ട് തിരിച്ച് മല മുകളിലോട്ട് പോകാം. നമുക്കങ്ങനെ ഇവിടുന്ന് തിരിച്ച് പോകാം.
അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് കുറച്ച് മഞ്ചാടിക്കുരുവും കാര്യങ്ങളൊക്കെ കിട്ടി. ഇത് കുട്ടികൾക്കൊക്കെ ഒരു കൗതുകം പോലെ തോന്നിയത്. പിന്നെ ഇവിടെ നമുക്ക് സ്റ്റെപ്പ് കാണാം, ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് സ്റ്റാർട്ടാവുന്നത്. പിന്നെ ഇവിടുത്തെ ആൾക്കാർ നല്ല സ്നേഹമുള്ള ആൾക്കാരൊക്കെയാണ്, പരസ്പര സ്നേഹമുള്ളവരാണ്. അങ്ങനെ കുറേ ആൾക്കാരെ നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ സ്റ്റെപ്പ് നമുക്ക് കയറാം. അങ്ങനെ കുട്ടികൾ തന്നെ കയറുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മുടെ ഊപ്പാട് വന്നാണ്. അങ്ങനെ അച്ചുകുട്ടനും തന്നെ കയറാനുള്ള പ്ലാനാണ്. അവനും അങ്ങനെ ഓടി കയറുവാണ്. കയറാനൊന്നും വയ്യ, എന്നാലും പിടിച്ച് തന്നെ കയറാൻ നോക്കുകയാണ്. അച്ചുക്കുട്ട അങ്ങനെ നടന്ന് തന്നെ വീണ് തന്നെ എണീറ്റ് അങ്ങ് പോവാണ്. അവനൊരു എൻ്റർടൈൻമെൻറ്റ് പോലെ പോവാണ്. വീണിട്ടും കുഴപ്പമൊന്നും ഇല്ലെന്നും പറഞ്ഞ് അവൻ തന്നെ കയറുവാണ്. നമുക്ക് ആ സ്റ്റെപ്പിൻ്റെ പകുതി എത്തുമ്പോൾ തന്നെ നല്ല മനോഹര ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അതുകൊണ്ട് ആ കയറുന്ന ബുദ്ധിമുട്ടൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമുക്കിങ്ങനെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് നല്ല കയറാം. അതുകൊണ്ട് ആ ക്ഷീണമൊന്നും അനുഭവപ്പെടാറില്ല. ഈ മഴക്കാലത്ത് വരുന്നത് തന്നെയാണ് നല്ലത്. എന്നാൽ ആ നല്ല ദൃശ്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. നല്ല പച്ചപ്പും നല്ല രീതിയിൽ. അങ്ങനെ അച്ചുക്കുട്ടൻ വീണ് അവൻ്റെ ഊപ്പാട് വന്നു. അങ്ങനെ അവനെ ഇനി എടുത്തുകൊണ്ട് പോകാനുള്ള പ്ലാനാണ്. സേറ നമ്മളെങ്ങോട്ടും മുന്നേ ഓടി മുന്നിലെത്തിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ കാത്തു നിൽക്കും ഓരോരിടത്ത് പോയി. ഈ സ്റ്റെപ്പ് അങ്ങോട്ട് തീരുന്നില്ല. നമ്മൾ കയറും തോറും കൂടി വരുവാണെന്നാണ് തോന്നുന്നത്. നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ പൂജയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു അമ്പലം പോലെ കെട്ടിയിട്ടുണ്ട്, ഒരു കല്ലൊക്കെ വെച്ച്. അത് നമുക്ക് കാണാം.
ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്, നല്ല ദൃശ്യങ്ങളൊക്കെ കാണാം, വളരെ ഭംഗിയാണ്. പിന്നെ ഇവിടെ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. കാര്യം അപകട ചാൻസ് കൂടുതലാണ്, കാര്യം മഴയത്ത് തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്, നല്ല കുഴിയാണ്. അതിനാൽ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്, വേലി ചാടിയൊന്നും പോകരുത്. പിന്നെ മഴയൊക്കെ ആണ്ട് നല്ലപോലെ തെന്നലുമുണ്ട്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. എന്തായാലും നല്ല വ്യൂ ആണ്. അങ്ങനെ നമുക്ക് ഈ മലയുടെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന വ്യൂസ് എല്ലാം ഒന്ന് കാണാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഏറ്റവും ടോപ്പായ സ്ഥലമാണ്. ആ ടോപ്പിൽ നിന്ന് നല്ല വ്യൂസ് നമുക്ക് കാണാൻ കഴിയും. അങ്ങോട്ട് കയറാനായിട്ട് കോണിപ്പടി എല്ലാം കെട്ടിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ ഒരു രക്ഷയുമില്ല, അടിപൊളിയാണ്, സൂപ്പറാണ്. ഇത് നമ്മൾ കൊല്ലത്തൊക്കെ ഉള്ളവർ ഇത് കണ്ടില്ലെങ്കിൽ വളരെ നഷ്ടമാണ്. ഒരു പൈസ ചിലവും കാര്യങ്ങളും ടിക്കറ്റും കാര്യങ്ങളും ഒന്നുമില്ല, ഫ്രീ ആണ്.
അങ്ങനെ നമ്മൾ വ്യൂസ് എല്ലാം കണ്ട് തിരിച്ച് പോവുകയാണ്. അങ്ങനെ ഇവിടുത്തെ ഇന്നത്തെ യാത്ര നമ്മൾ അവസാനിപ്പിക്കുകയാണ്. തിരിച്ച് പോകുന്ന വഴിക്ക് ഇവിടെ പോലീസിൻ്റെ ഒരു വയർലെസ് സ്റ്റേഷനുണ്ട് ഇവിടെ. എനിക്ക് ഈ ഭാഗം കാണുമ്പോൾ ഇലവീഴ പുഞ്ചിറ എന്ന് പറയുന്ന സിനിമയിലെ ആ ഭാഗം ഓർമ്മ വരും. ആ സിനിമയിൽ ഇങ്ങനെയുള്ള ഭാഗത്താണ് ഷൂട്ടിംഗ് നടന്നത്. മലമുകളിലൊരു വയർലെസ് സ്റ്റേഷനുണ്ട്. ആ ഒരു ചുറ്റുപാടൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ യാത്ര ഇത് അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരു നഷ്ടമുണ്ടായില്ല എന്ന് വെച്ചാൽ അത്രയ്ക്ക് നമ്മൾ ചിലവാക്കിയ സമയം മുതലായി. എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. വളരെ മനോഹരമായിരുന്നു. അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ ഇവിടെ പോകുക. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു. ബൈ.